രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടുതൽ കുരുക്കായി യുവതിയുമായുള്ള പുതിയ ശബ്ദരേഖ പുറത്ത്. ഗർഭഛിദ്രം നടത്താൻ യുവതിയെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നതാണ് പുതിയ ശബ്ദരേഖ. ഗർഭഛിദ്രത്തിനായി നിർബന്ധിച്ചുവെന്ന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പരാതിയിൽ അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ബാലാവകാശ കമ്മീഷൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകി. നേരത്തെ പുറത്തുവന്നതിന് സമാനമായ രീതിയിൽ ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്നതാണ് പുതിയ ശബ്ദരേഖയും. അതിനായി രാഹുൽ അപേക്ഷിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അസഭ്യം പറയുന്നു. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്ത് ചെയ്യും? താൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് എന്തെന്നും പറഞ്ഞു കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആക്കും. ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. അല്ല, താൻ എന്താണോ സിനിമ കാണുകയാണോ ഇത്? സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്നല്ല, സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. എനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വിലപ്പോകാതെ വന്നതോടെ ആത്മഹത്യാ ഭീഷണി. ബാൽക്കണിയിൽ നിന്ന് ചാടിച്ചാകുമെന്ന് രാഹുൽ. അതും പൊളിഞ്ഞതോടെ പെൺകുട്ടിയെ കൊലപ്പെടുത്തുമെന്നായി രാഹുൽ. തന്റെ ടെൻഷൻ മാറിക്കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എനിക്ക് എന്നാ കൊന്നേരം. അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ? കൊന്നിട്ട് താൻ എന്താ ചെയ്തു? പുതിയ ശബ്ദരേഖ കൂടി പുറത്തു വന്നതോടെ മറുപടി പറയാനാകാത്ത അവസ്ഥയിലാണ് രാഹുൽ. ഇതിനിടെയാണ് ഗർഭചിത്ര പരാതിയിൽ 2 ആഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ബാലാവകാശ കമ്മീഷൻ ഡിജിപിക്ക് നിർദ്ദേശവും നൽകിയത്. വനിതാ കമ്മീഷനും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം.